വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ദ ടോക്കറ്റീവ് ബാർബർ എന്ന ഇംഗ്ലീഷ് ലെസനാണ്. ആ ലെസൻ്റെ 2ാമത്തെ പാർട്ടാണിത്. നമുക്കേ ആ പാഠത്തിലേക്കൊന്ന് പോകാം. ദ സുൽത്താൻ ഹു വാസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ ബാർബർ. സുൽത്താൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? സുൽത്താൻ്റെ മുടി പകുതിയെ ക്ഷൗരം ചെയ്തിട്ടുള്ളൂ. സോ ഹി വാസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ ബാർബർ. അതുകൊണ്ടെന്താ, ക്ഷുരകൻ്റെ ദയാവായ്പിന് ആവശ്യമുള്ള ആളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് പറയുന്നത് ഹി വാസ് അറ്റ് ദ മേഴ്സി ഓഫ് ദി ബാർബർ. ബാർബറിൻ്റെ ദയാവായ്പിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയാണല്ലോ. ഹി വാസ് റെഡി ടു ഡു എനിത്തിങ് ടു ബി റെഡ് ഓഫ് ഹിം. ഇയാളെ ഒഴിവാക്കാൻ എന്ത് വേണേലും ചെയ്യാൻ രാജാവ്, അല്ലേ സുൽത്താൻ. ബി ക്വിക്ക് ആൻഡ് ഫിനിഷ് യുവർ വർക്ക്. വേഗത്തിലാട്ടെ, എന്നിട്ട് നിങ്ങളുടെ ജോലി ഒന്ന് തീർത്തേ. ബി ക്വിക്ക് ആൻഡ് ഫിനിഷ് യുവർ വർക്ക്. സുൽത്താൻ റിപ്ലൈഡ്. സുൽത്താൻ മറുപടി പറഞ്ഞു, ആൻഡ് യു ഷാൽ ഹാവ് ഓൾ ദ ഫുഡ് ദാറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഫോർ മീ ടുഡേ. എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മുഴുവൻ ഫുഡും നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് യു ഷാൽ ഹാവ് ഓൾ ദ ഫുഡ് ദാറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഫോർ മീ ടുഡേ. എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫുഡും നിങ്ങൾക്കുള്ളതാണ്. പ്ലീസ് ഷോ മീ ദ ഫുഡ് സോ ദാറ്റ് ഐ മേ ജഡ്ജ് ഇഫ് ഇറ്റ് ഈസ് ഇനഫ് ഫോർ മൈ 5 ഫ്രണ്ട്സ്. ദയവായിട്ട് ആ ഫുഡിനെ ഒന്ന് കാണിച്ചേ, സോ ദാറ്റ് ഐ മേ ജഡ്ജ്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇനഫ് ഫോർ മൈ 5 ഫ്രണ്ട്സ്. അത് എൻ്റെ 5 സുഹൃത്തുക്കൾ കൂടി തികയുന്നതാണോ എന്ന് നോക്കാൻ പറ്റും. ഐ ഹാവ് ഇനഫ് ഫുഡ് ഫോർ യു, സുൽത്താൻ എക്സ്ക്ലൈംഡ്. സുൽത്താൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഐ ഹാവ് ഇനഫ് ഫുഡ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ബട്ട് ഹി ഓർഡേഡ് ദാറ്റ് ഓൾ ദ ഫുഡ് പ്രിപ്പയർഡ് ഫോർ ഹിസ് ഫീസ്റ്റ് ബി ബ്രോട്ട് ഇൻ. എന്നാൽ അദ്ദേഹം പറഞ്ഞു, വേഗം ആഹാരപദാർത്ഥങ്ങളെല്ലാം കൊണ്ടുവരട്ടെ, ഇയാൾക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, നല്ല വേഗം ക്ഷൗരം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ്. ദ ബാർബർ ലുക്ക്ഡ് ഓവർ ദ ഫുഡ്. ബാർബർ ഫുഡൊക്കെ നോക്കി ആൻസർ എന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് വെരി ഗുഡ്. ഓ, ഇന്ന് വളരെ നല്ല ഫുഡാണല്ലോ. ബട്ട് ഐ ഷാൽ വോണ്ട് സം ഫ്രൂട്ട് ഫോർ ദ ഡെസേർട്ട് ഓൾസോ. ഈ എന്താണ് ഡെസേർട്ട്? എ സ്വീറ്റ് ഡിഷ് സെർവ്ഡ് ആഫ്റ്റർ ദ മെയിൻ മീൽ. പ്രധാന ഫുഡിന് ശേഷം കഴിക്കാൻ കിട്ടുന്ന കഴിക്കാൻ എടുക്കുന്ന മധുരമുള്ള ഡിഷിനാണ് ഈ പറയുന്ന ഡെസേർട്ട് എന്ന് പറയുന്നത്. അതിന് ഫ്രൂട്ട്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ദ സുൽത്താൻ ഇൻ ഡെസ്പറേഷൻ സിൻസ് ഹിസ് ഹെഡ് വാസ് ഹാഫ് ഷേവ്ഡ്. സുൽത്താൻ ഇപ്പം നൈരാശ്യത്തിലാണ്. കാരണം സുൽത്താൻ്റെ തല ഇപ്പം പകുതിയെ ഷേവ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഓർഡർ ചെയ്തു. ഓർഡേഡ് ദാറ്റ് എ ഫ്രൂട്ട് ഷുഡ് ഓൾസോ ബി ബ്രോട്ട് ഇൻ. പഴവർഗ്ഗങ്ങളൊക്കെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ദ ബാർബർ ലെഫ്റ്റ് ഓഫ് ഷേവിങ് ദ സുൽത്താൻ ടു എക്സാമിൻ ഡിഷ് സെപ്പറേറ്റ്ലി. അപ്പോൾ എന്ത് ചെയ്തു? ബാർബർ പറഞ്ഞ് അത് കാണാൻ പോയി. ഹി ലെഫ്റ്റ് ഓഫ് ഷേവിങ് ദ സുൽത്താൻ. സുൽത്താനെ ഷേവ് ചെയ്യാതെ അങ്ങ് സ്ഥലം വിട്ടു. എന്തിനാ? ടു എക്സാമിൻ ഈച്ച് ഡിഷ് സെപ്പറേറ്റ്ലി. ഓരോന്ന് സെപ്പറേറ്റ് കാണണ്ടേ, അതിനുണ്ടാണ് പോയത്. ദിസ് ടുക്ക് അപ്പ് ഹാഫ് ആൻ അവർ. 1/2 മണിക്കൂർ എടുത്തു അയാൾ പോയിട്ട്. സുൽത്താൻ സ്റ്റാമ്പ്ഡ് ഹിസ് ഫീറ്റ് ഇംപേഷ്യൻലി. സുൽത്താനാണെങ്കിൽ കാല് ശക്തിയായി തറയിൽ ചവിട്ടി തൻ്റെ അക്ഷമ കാണിക്കാനായിട്ട്. ബട്ട് ദ ബാർബർ ഡിഡ് നോട്ട് ഹറി. പക്ഷേ ബാർബർ തിരക്ക് കൂട്ടിയില്ല. അറ്റ് ലെങ്ത് ഹവർ ഹി അഗെയിൻ ടുക്ക് അപ്പ് ദ റൈസ്. അതിനിടയ്ക്ക് കുറേ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അയാൾ വീണ്ടും ബ്ലേഡ് എടുത്തു. ഹി ടുക്ക് അപ്പ് ദ റൈസർ. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് വർക്ക്, കുറച്ച് നേരത്തെ പ്രവർത്തനത്തിന് ശേഷം, കുറച്ച് നേരത്തെ ജോലിക്ക് ശേഷം, സ്റ്റോപ്ഡ് സഡൻലി. പെട്ടെന്ന് അതങ്ങ് നിർത്തി. ആൻഡ് ക്രൈഡ്. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഐ നെവർ ന്യൂ ദാറ്റ് യു ആർ സോ ജനറസ്. എനിക്കറിയില്ലായിരുന്നു അങ്ങ് ഇത്രമാത്രം ജനറസ് ആണെന്ന്, അങ്ങ് ഇത്രമാത്രം മഹാമനസ്കതയുള്ളവനാണെന്ന്. എന്തായി ജനറസ്? ഔദാര്യം, മഹാമനസ്കത എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ന്യൂ വേർഡ്സ് ആണ്. എന്തൊക്കെയാണ് ന്യൂ വേർഡ്സ്? ചാറ്ററർ, someone who talks a lot. ഒത്തിരി വർത്തമാനം പറയുന്ന ആൾ. നമ്മൾ സാധാരണ പറയില്ലേ, ഇൽക്കാൻ പറ്റി പോലെ. ചാറ്ററർ. ഡിഫക്റ്റ്, എ ഫോൾട്ട്, ഒരു തെറ്റ്. ഒപ്പീനിയൻ, വാട്ട് പേഴ്സൺ ഫീൽസ് അബൌട്ട് എ പേഴ്സൺ, തിങ്ക് യുവർ സബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റിയുള്ള അഭിപ്രായം, അതാ ഒപ്പീനിയൻ. എക്സോസ്റ്റഡ്, ടയേർഡ് ആൻഡ് ഫെഡപ്പ്. ആകെ ഫെഡപ്പായി, മടുത്തുപോയി എന്നർത്ഥം. ദെൻ എക്സാമിൻ മീൻസ് പരിശോധിക്കുക. ടു ലുക്ക് അറ്റ് സംതിങ് വെരി കെയർഫുള്ളി. അത് എക്സാമിൻ എന്ന് പറയുന്നത്. അറ്റ് ലെങ്ത്, അറ്റ് എ സ്ട്രെച്ച്,
How many brothers did the barber have? The barber had 6 brothers. Why was the Sultan in a hurry? ഉത്തരം ഇതാണ്. The Sultan was in a hurry because he was giving a feast to some friends at noon. മൂന്നാമത്തെ ചോദ്യം. Why did the barber take so long to shave the Sultan? സുൽത്താനെ ഷേവ് ചെയ്യാൻ ഒത്തിരി നേരം എടുത്തത് എന്തുകൊണ്ടാണ്? The barber took so long to shave the Sultan because he was very talkative. അടുത്തത് റൈറ്റ് ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക. 1. The barber was shaving Sultan's beard. അത് ഫോൾസ് ആണ്. എന്തുകൊണ്ടാണ്? ബാർബർ സുൽത്താൻ്റെ താടിയല്ല പഠിച്ചത്. ബാർബർ വാസ് ഷേവിങ് സുൽത്താൻസ് ബേർഡ് എന്നുള്ളത് ഫോൾസ് ആണ്. സുൽത്താൻ ഗേവ് ഹിം 3 coins. സുൽത്താൻ ഗേവ് ഹിം 3 gold coins. ഇത് ട്രൂ ആണ്. ദ ബാർബർ റെഫ്യൂസ് ടു ലീവ് സുൽത്താൻസ് പാലസ്. അതും ട്രൂ ആണ്. അടുത്തത് there were 7 brothers altogether in the സുൽത്താൻസ് ഫാമിലി. അത് ഫോൾസ് ആണ്. ഇവിടെ സുൽത്താൻ്റെ ഫാമിലിയെ പറ്റിയല്ല പറയുന്നത്, ബാർബറിൻ്റെ ഫാമിലിയെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ there were 7 brothers altogether in the സുൽത്താൻസ് ഫാമിലി എന്നുള്ളത് തെറ്റാണ്. ഇറ്റ് ഈസ് ഫോൾസ്. വൈ ഡിഡ് ദ ബാർബർ വോണ്ട് എ ലോട്ട് ഓഫ് ഫുഡ്? എന്തിനാണ് ബാർബറിന് ഫുഡ് വേണ്ടിയിരുന്നത്? ദി ബാർബർ വോണ്ട് എ ലോട്ട് ഓഫ് ഫുഡ് ടു ഫീസ്റ്റ് ഹിസ് ഫ്രണ്ട്സ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.